ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോ എന്താണെന്നറിയോ, പറങ്കി അണ്ടിയിൽ നിന്ന് എങ്ങനെ എണ്ണ എടുക്കാമെന്നും പിന്നെ അതെങ്ങനെയാണ് എളുപ്പത്തിൽ വറക്കേണ്ട രീതിയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക, എന്നാലേ ഇത് മനസ്സിലാവുള്ളൂ. പറങ്കിയണ്ടീൻ്റെ സീസണൊക്കെ കഴിയാനായി, അടുത്ത മാസം മഴയാണ് വരുന്നത്. അപ്പോൾ ഈ മാസം എന്ത് ചെയ്യണമെന്നറിയോ, പറങ്കിയണ്ടിയൊക്കെ പെറുക്കി നല്ലപോലെ വെയിലത്തിട്ട് ഉണക്കിയിട്ട് ചാക്കിൽ കെട്ടി വെക്കണം കേട്ടോ. ഒരു കൊല്ലത്തേക്കുള്ള ബാക്കി വേണം നമ്മൾ കടയിൽ കൊടുക്കാൻ. ഞാൻ അങ്ങനെ ചെയ്യാറ്. ഇപ്പോൾ ഒരു കൊല്ലത്തേക്കുള്ളത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള കടയിൽ കൊടുക്കും. അപ്പോൾ ഇടയ്ക്കൊന്ന് വെയിൽ വരുമ്പോൾ, മഴയില്ലാത്ത സമയമൊന്നും വെയിലൊക്കെ വരില്ലേ, ആ ടൈമിലൊന്ന് വെയിലത്തിട്ട് ഉണക്കിയാൽ മതി. മഴവെള്ളം തട്ടാനേ പാടില്ല. വെള്ളം തട്ടിക്കഴിഞ്ഞാൽ അണ്ടിപ്പരിപ്പ് മൊത്തം കേട് വരും, പൂപ്പൽ വരും. ഒരു കൊല്ലാകുമ്പോൾ കേട് വന്നു പോകും. അപ്പോൾ ഇടയ്ക്കൊന്ന് വെയിലത്തിട്ട് ഉണക്കിയാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു 2 മാസം കൂടുമ്പോൾ എടുത്ത് കുറേശ്ശെ വറുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. നല്ല ടേസ്റ്റാണ് വീട്ടിൽ വറുക്കുന്നത്. നമ്മൾ പായസത്തിലൊക്കെ ഇടുമ്പോൾ നേരിട്ടിടുക, നെയ്യിലൊന്നും മൂപ്പിക്കണം എന്നില്ല. അത്രയും ടേസ്റ്റാണ് വീട്ടിൽ നിന്ന് വറുക്കുന്നത്. എല്ലാവരും വറുക്കാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണ്, കയ്യും കാലൊക്കെ പൊള്ളുമെന്നൊരു പേടി കൊണ്ടാണ്. അപ്പോൾ അതൊന്നും പേടിയില്ലാത്ത രീതിയിൽ വറുക്കുന്നതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഈ പാത്രം ഞാൻ എടുക്കാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായിട്ടോ, 10 കൊല്ലത്തെ പാത്രമാണ്. അത് പുതിയൊരു പാത്രമാണ്. ഞാൻ ഇതിന് മാത്രം അണ്ടി വറുക്കാനായിട്ട് മാറ്റി വെച്ചതാണ്. പാത്രത്തിൻ്റെ ഉള്ളിലത്തെ കളർ കണ്ടിട്ട് വൃത്തിയില്ലാന്നൊന്നും തോന്നണ്ട. അത് എല്ലാ കൊല്ലം വറുത്തിട്ട് അതിൻ്റെ കളർ അങ്ങനെയാണ്. തേച്ച് കഴിയാൽ എത്ര തേച്ച് കഴിയാലും പോകില്ല കേട്ടോ. പിന്നെ പാത്രത്തിൽ ഒരു തുള്ളി ഓട്ട ഉണ്ടാകാൻ പാടില്ല. പിന്നെ അടച്ചു വെച്ചിട്ട് വേണം വറുക്കാൻ. അതൊരു തീ കണൽ അതിൽ വീണ് കഴിഞ്ഞാൽ മൊത്തം പൊട്ടിത്തെറിക്കും, വീടൊക്കെ ആകെ നാശകോശമാകും കേട്ടോ. അപ്പോൾ ഗ്യാസുമിലും വെച്ച് വറുക്കാൻ നിങ്ങൾക്ക് പേടിക്കേണ്ട, അടുപ്പിലും വെച്ച് വറുക്കുക. എല്ലാവരും പുറത്ത് വെച്ചിട്ടാണ് വറുക്കുന്നത്. അത് ഈ പൊട്ടിത്തെറിക്കുന്നതാണ് പേടി കൊണ്ടാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഈ ഇടയ്ക്കൊന്ന് 5 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം. എല്ലാവരും ഇങ്ങനെ കുലുക്കി കൊടുത്താലും മതി. പിന്നെ ഈ കയ്യിൽ ഇങ്ങനെ എണ്ണ വയ്ക്കും, അതാണ് ഇതിൻ്റെ കണക്ക്. അപ്പോൾ ഒരു അടുക്കിൽ നമ്മൾക്ക് ഈ എണ്ണ മാറ്റി വെക്കാം. ഈ എണ്ണയില്ലേ, ഒരു കൊല്ലം കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒരു കൊല്ലം കഴിയുന്നതിന് മുമ്പ് ഉപയോഗിച്ചാൽ നല്ല പൊള്ളിട്ടോ. അപ്പോൾ ഇത് നല്ലൊരു മരുന്നാണ്. പുഴുക്കടിയില്ലേ കാലിൽ, വേറെ എന്താ പറയുകയെന്ന് വെച്ചാൽ അറിയില്ല, നമ്മളൊക്കെ പുഴുക്കടി എന്നാണ് പറയാം. അതിന് നല്ലൊരു മരുന്നാണ്. ഇവിടുത്തെ അടുത്തുള്ള ചേച്ചിമാരൊക്കെ മേടിച്ചു കൊണ്ട് വെക്കുന്നുണ്ട്. പിന്നെ അരമണിക്കൂർ വെണ്ണീരിലിട്ട് വെക്കണം. ഇതിൽ എണ്ണ നല്ലപോലെ പോകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പരിപ്പ് എടുക്കുന്ന സമയം നമ്മളെ കൈ വിരലൊക്കെ പൊള്ളണ്ട വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ. പിന്നെ ഇത് ഡപ്പയിലിട്ടിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ, ഒരു കവറിൽ കെട്ടി ഡപ്പയിലിട്ട് വെച്ചാൽ ഒരു 4-5 മാസത്തേക്ക് ഒരു കേടും വരാണ്ട് സൂക്ഷിച്ചെടുത്ത് വെക്കാം കേട്ടോ. പിന്നെ കഴിക്കാനോ നല്ല ടേസ്റ്റാണ്, നല്ല മധുരമാണിത്. ഒരു പ്രത്യേക ടേസ്റ്റാണ് വീട്ടിൽ നിന്ന് വറുത്ത ഇതേപോലെ വറുക്കുകയാണെങ്കിൽ. പിന്നെ എൻ്റെ വീഡിയോ ഈ രീതി ഇഷ്ടപ്പെട്ടാലും ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക കേട്ടോ. ഓക്കെ.